നമ്മുടെ വിക്രത്തിന് വേണ്ടി നമ്മുടെ അനിരുദ്ധ് എന്താണോ ചെയ്തു വെച്ചേക്കുന്നത് അതിനപ്പുറമാണ് സുഷിൻ ശ്യാം ചെയ്തു വെച്ചേക്കുന്നത്. ഒരു ദുരന്തരൊക്കെ ആ ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പിൽ ഇരുത്തുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വിചാരിക്കും നമ്മൾ മലയാളം പടം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി അടിപൊളി. മമ്മൂട്ടി ഓർ മോഹൻലാൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ചോദ്യം കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. സിനിമ മാറി, നായകന്മാർ മാറി, പക്ഷേ അന്നും ഇന്നും മലയാളികൾക്ക് സിനിമ എന്നാൽ മമ്മൂട്ടി മോഹൻലാലുമാണ്. 4 പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് അടക്കമുള്ള ബ്ലോക്ക് ബസ്റ്ററുകൾ, ലോക നിലവാരത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ പ്രകടനങ്ങൾ, കരിയർ അവസാനിച്ചുവെന്ന് വിധിയെഴുതിയ ബോക്സ് ഓഫീസ് പരാജയങ്ങൾക്ക് മറുപടി നൽകിയ ജീവിതത്തിലെയും സിനിമയിലെയും കംബാക്കുകൾ. മലയാളത്തിൻ്റെ മോഹൻലാലും സിനിമയുടെ മമ്മൂട്ടിയും ഒന്നിക്കുന്നു, മലയാള സിനിമ പൂർണ്ണമാകുന്നു. ദ ബിഗംസ് പാട്രിയോട്ട്, ഡയറക്ടർ ബൈ മഹേഷ് നാരായണൻ. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു നോക്കാം. സിനിമ കണ്ടവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക. നേരെ റിവ്യൂലേക്ക്. ഈ മഹേഷ് നാരായണന്റെ ഗംഭീര മേക്കിംഗ്, പുള്ളിയുടെ ഒരു ഫിലിം മേക്കിംഗ് അറിയാല്ലേ, അതായത് ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് ക്യാരക്ടേഴ്സിന്, അത് പുള്ളിയുടെ മുമ്പത്തെ സിനിമകൾ നമ്മൾ കണ്ടുള്ളതാണ്. ഇതുവരെ ഒരു മമ്മൂക്കയാണ് പടം ത്രൂ ഔട്ട്, ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് മമ്മൂക്കയാണ്. ത്രൂ ഔട്ട് പാർട്ട് ഫാസിൽ ഒരു നേത്തി ഷെയ്ഡ്, അങ്ങനെ ത്രില്ലറാ പടം. ഒരു ഫാൻ ബോയ് പടം അങ്ങനെയാണോ അതോ ഫാൻ ബോയ്? ഇതല്ല, ഇത് സീൻ വെച്ചിട്ട് ക്യാരക്ടർ വെച്ചുള്ള പണ്ണൽ, അതാണ് പരിപാടി. ഇത് മാസ് മസാല ഹോളിവുഡ് ലെവൽ ആ ഒരു മേക്കിംഗ്. ഇത് മേക്കിംഗ് ഗംഭീരം, അതായത് നമ്മുടെ ഈ മഹേഷ് നാരായണന്റെ മുമ്പത്തെ സിനിമ പോലല്ല, ഇത് ഗംഭീര മേക്കിംഗ്. സുഷിൻ ശ്യാം കത്തിച്ചിട്ടുണ്ട് അതിന്റെ, അതുപോലെ ഓഡിയോഗ്രാഫി എല്ലാം. മമ്മൂക്ക തകർത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇന്റർവെല്ലിന് മുമ്പ് മമ്മൂക്കയുടെ ഒരു സീൻ വന്ന് കത്തിച്ചിട്ടുണ്ട്, ഒരു ആക്ഷൻ സീൻ ഉണ്ട്, സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. എന്തായാലും ഇതുവരെ നല്ല ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, തകർത്തിട്ടുണ്ട്. നല്ല ഗംഭീര സിനിമ, ഇമ്പാക്ട് ഉണ്ട്, കൊണ്ട് നിർത്തിയിരിക്കുക. അല്ലല്ല, മേക്കിംഗ് നല്ല ഇതാണ്, ഒരു റിയൽ മഹേഷ് നാരായൺ ടച്ച് ഉണ്ട്. പിന്നെ എൻ്റെ DOP ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും എല്ലാം ഇരുത്തുന്നുണ്ട്. നല്ല നമ്മളെ അടുത്തതിലോട്ട് നിർത്താനുള്ള ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ ആയിട്ടാണ് പോകുന്നത്, ഒരു ഡ്രാമയാണ്. ആ ഒരു മിസ്റ്റീരിയസ് ഒരു ത്രില്ലറാണ്. ത്രില്ലർ ഇമോഷണൽ ഹുക്ക് പിടിച്ചിട്ടുണ്ട്, ഇപ്പോഴേ തുടക്കത്തിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ഒരു ദുരന്തരൊക്കെ ആ ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പിൽ ഇരുത്തുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എന്താ പറയുക, മമ്മൂട്ടി അടിപൊളി. അപ്പോൾ ക്ലാസ് ആണ് പടം, ക്ലാസ് ആണ്. അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ടുള്ള. അപ്പം മമ്മൂട്ടി എന്ന താരത്തെ ഇല്ല, ക്യാരക്ടറാണ് കിട്ടില്ല. ഡാനിയൽ അടിപൊളി, ഇതുവരെ അടിപൊളിയാണ് പടം. ഇനി അങ്ങോട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാത്തിട്ട് കാണാം. എല്ലാവരും മേക്കിങ്ങിലാണ് പ്രതീക്ഷ. പക്കയാണ്. മേക്കിംഗ് വെച്ചിട്ട് ഒരിക്കലും എന്താ പറയുക, മേക്കിംഗ് ഒരിക്കലും ഒരു പോരായ്മയായിട്ട് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. മാസാണ്. ആ ഇന്റർവൽ പഞ്ച് അടിപൊളിയാണ്. ഇന്റർവൽ ബ്ലോക്ക് കൊണ്ട് നിർത്തിയേക്കുന്ന അടിപൊളി, ആ ഒരു മാസ് എലമെന്റോട് കൂടി തന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന ഒരു ഇന്റൻസ് ഇമോഷനൊരു ഹൈപ്പിനുള്ള. ഇല്ല, ഇപ്പം ഹൈപ്പ് എന്ന് വെച്ചാൽ ഒരു മാസ് ഒന്നുമല്ല, എന്നാലും കൊള്ളാം. ഒരു ത്രില്ലർ, ഒരു എൻഗേജിങ് ത്രില്ലറായിട്ട് തോന്നുന്നു. ഒരു ത്രില്ലർ ഡ്രാമയാണോ അതോ ഒരു ഡ്രാമ? എല്ലാ ഫൈറ്റൊക്കെ ഉണ്ട്, ഇന്റർവ്യൂവിന് അടുപ്പിച്ചൊരു ഫൈറ്റൊക്കെ ഉണ്ട്. ഫാസ്റ്റ് ആണ് പടം, ഫാസ്റ്റ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ല. ഇന്റർവെൽ വരെ ഒരു കഥയിലോട്ട് എത്തിയിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇനി പറയാൻ പറ്റില്ല. ഇപ്പോഴാണ് ഒരു പഞ്ചായത്. ഇന്റർവെല്ലിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു പഞ്ചുണ്ട്. സ്ലോ ആയിട്ട് ഇങ്ങനെ കത്തിക്കാൻ വെച്ചേക്കും. ഇനി അങ്ങോട്ട് കത്തിക്കും. മൊത്തത്തിൽ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? മലയാളത്തിന്റെ ഒരു ലെവൽ മാറ്റുന്ന ഒരു പടം എന്ന് പറയാൻ. ലെവല് മാറ്റുന്ന വെച്ചാൽ നല്ല, ഇതുവരെ കണ്ടില്ലാത്ത രീതിയിൽ നല്ല ഇതുണ്ട്. പിക്ചറൊക്കെ അടിപൊളി. ഗ്രിപ്പിംഗ് ആണ് പടം, ഗ്രിപ്പിംഗ് ആണ്. പക്ഷെ ഇങ്ങോട്ട് മൂവ് ആയി വരുന്നേ ഉള്ളൂ. അടിപൊളിയാണ്. നമ്മുടെ വിക്രത്തിന് വേണ്ടി നമ്മുടെ അനിരുദ്ധ് എന്താണോ ചെയ്തു വെച്ചേക്കുന്നത് അതിനപ്പുറമാണ് സുഷിൻ ശ്യാം ചെയ്തു വെച്ചേക്കുന്നത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഈസ് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, വിക്രത്തിന് എങ്ങനെയാണ് മ്യൂസിക് കൊണ്ട് അനിരുദ്ധ് ലിഫ്റ്റ് ചെയ്തത്, അതുപോലെ നമ്മുടെ സുഷിൻ ശ്യാം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തത് അടിപൊളിയാണ്. നല്ല ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിംഗ് അടിപൊളിയാണ്. നല്ല പടം, മാസ് മസാല നല്ല ക്ലാസ് പടം. പടത്തിനകത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ വിചാരിക്കും നമ്മൾ മലയാളം പടം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ല. ഈ ഇന്റർവെൽ അടുപ്പിച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ഹോളിവുഡ് ലെവലാണോ പടം വേറെ. എനിക്ക് മേക്കിംഗ് അടിപൊളിയായിട്ട് തോന്നി. മോഹൻലാൽ മമ്മൂട്ടി എങ്ങനെയുണ്ട്? മോഹൻലാൽ വന്നിട്ടില്ല. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് മൊത്തം ഇക്കാട, പിന്നെ ഫഹദ്, പുള്ളിന്റെ ഒക്കെയാണ് കൂടുതലായിട്ടും. മമ്മൂട്ടിക്ക് 100 കോടി കിട്ടുമോ? പക്ഷെ ഇതുവരെ പടം മേക്കിംഗ് ഒരു രക്ഷയില്ല. പിന്നെ പറയുന്ന ടോപ്പിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഇപ്പൊ പറയുന്ന റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൂടുതലും. ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം ഇന്റർവെൽ അടുപ്പിച്ച്, പക്ഷെ കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. അടിപൊളി, കിടിലായിട്ടുണ്ട്. ഇതുവരെ കിടിലായിട്ടുണ്ട്. എന്താണ് എടുത്തു പറയാനുള്ളത്? ഫസ്റ്റ് ഹാഫിൽ കിടിലം, മമ്മൂക്കയാണ് കിടിലം. ഫുള്ള് ഫസ്റ്റ് ഹാഫ് ഫുള്ള് മമ്മൂക്കയാണ്. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടൊരു കിടിലായിട്ട് കൊണ്ട് നിർത്തിയേക്കുന്നത്, അത് അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിലൊരു
ഫുൾ കൊമേഴ്ഷ്യൽ പടം ഒന്നും പ്രതീക്ഷ വരരുത്. നമ്മളെ മലയാളത്തിന് മുമ്പ് കണ്ടുവന്ന സിനിമയുടെ ആ ഒരു ടച്ച് ഒക്കെ ഉണ്ടോ അതോ ഇല്ല അത് കണക്കല്ല. മലയാളത്തിന് ഒരു പുതുമയായിട്ട് ഒരുപാട് വിഷ്വലി കിടില സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇതുവരെ ഇന്റർവെൽ വരെ കിടിലായിട്ടുണ്ട്. ഒരു 100 കോടി അടിക്കും അന്നേരം ഉറപ്പായിട്ട് മമ്മൂട്ടി. ഇതുവരെ കിടില എന്തായാലും. മോഹൻലാൽ വന്നിട്ടുണ്ടോ? അല്ല അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്പോയിലർ ആവും. വന്നിട്ടില്ലേ? അപ്പൊ വരാതിരിക്കാം. പക്ഷെ എന്തായാലും ഇതുവരെ കൊള്ളാം. നമുക്ക് പൊളിച്ചടിക്കിട്ടുണ്ട്. രോമാഞ്ചിഫയുടെ മൂമെന്റ്സ് ഒക്കെ ഉണ്ടോ? രോമാഞ്ചി അപ്പൊ ഇന്റർവെൽ എത്തിയപ്പോഴത്തേക്ക് കിടിലായിട്ടുണ്ട്. ഇതില് തകർക്കും ഇതുവരെ. പിന്നെ സുഷിൻ സാമിന്റെ മ്യൂസിക് ഒക്കെ കിടിലായിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, അടിപൊളി. ഓക്കെ ബ്രോ. കുഴപ്പമില്ല ബ്രോ, അത്യാവശ്യം നല്ല രീതി വന്നിട്ടുണ്ട്. എല്ലാം ഒരു ഇതുണ്ട്, ഇരുത്തുണ്ട്, ആൾക്കാരെ ഇരുത്തുന്നുണ്ട്. കുഴപ്പമില്ല. എൻഗേജിംഗ് ത്രില്ലർ ആയിട്ടാണോ പോകുന്നത്? ഒരു ഗ്രിപ്പിംഗ് അങ്ങനെ തന്നെ പറയാം. കുഴപ്പമില്ല, ഒരു നല്ല ഇതുണ്ട്. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ട് സാധനം. ഒരു മമ്മൂക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ ക്ലാസ് ആയിട്ടാണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ഇനി ഒരു മാസ് എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. ഇന്റർവെൽ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ ലാലേട്ടനൂടെ വരുമ്പോൾ ഒരു ഇമ്പാക്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളത്തിൽ ഇതുവരെ കാണാത്ത ലെവൽ ഒരു മേക്കിംഗ് ക്വാളിറ്റി, അങ്ങനെ ഒരു മേക്കിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഒരു അതെ, ഫഹദായാലും കുഞ്ചൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. ലാലേട്ടനെ കത്തിക്കാനായിട്ട് ലാസ്റ്റ് വെച്ചേക്കാന്ന് തോന്നുന്നു. പൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ത്രില്ലർ ആയതുള്ളൂ. പക്ഷെ ഇതുവരെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പടം. ലാലേട്ടൻ ഇതുവരെ വന്നില്ല, മമ്മൂക്ക വന്നിട്ടുണ്ട്. ക്ലാസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രിപ്പിംഗ് ത്രില്ലർ ആണ്. നല്ലൊരു ത്രില്ലർ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ എങ്ങനെ? മലയാളത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. എന്തായാലും ലാലേട്ടനും കൂടി ലാലേട്ടൻ വന്നാൽ കൊളുത്തു. ഇന്റർവെൽ പഞ്ചൊക്കെ എങ്ങനെ നിർത്തിയത്? ഇതുവരെ കൊള്ളാം. മമ്മൂക്കയാണ് ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത്. ഫഹദിനെ കാണിച്ച്, പിന്നെ കുഞ്ചാക്കോനെ കാണിച്ച്, ലാലേട്ടൻ വരുന്ന വെയിറ്റിംഗ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഇല്ല. VFX ഒക്കെ വളരെ ബോറായിട്ടുണ്ട്. ഇന്റർവെല്ലിന് മുമ്പുള്ള സീനൊക്കെ ഭയങ്കര ഗൂസ് ബംബ് എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്ന സീനൊക്കെ വളരെ മോശമായിട്ടുണ്ട്. ഇന്റർവെല്ല് വരെ മമ്മൂക്ക പോരാ, അവിടെ ടെക്നിക്കലായിട്ടൊന്നും ഒരു ബ്രില്യൻസും ഇല്ല. എല്ലാരും പറഞ്ഞ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണെന്നൊക്കെ ആണല്ലോ. ഏതാ ഹോളിവുഡ് ലെവൽ? നമുക്ക് ചെയ്തെടുത്തല്ലേ ഇതൊക്കെ. ഫ്ലൈറ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓടിക്കാം, ജെറ്റ് എനിക്ക് വേണമെങ്കിൽ ഓടിക്കാം. ഇപ്പൊ ചെയ്യാം. അതിനെ ചെയ്തതിനേക്കാളും ഒന്നുമില്ല. എന്തെങ്കിലും ഒരു സീൻ വേണ്ടേ പടത്തിൽ? ഒന്നുമില്ല, ചുമ്മാ ബാറ്ററിയോട്ട്. മമ്മൂക്കാടെ പടം തന്നെ, അത്രയേ ഉള്ളൂ. ആൻഡോ ജോസഫ് അല്ലേ സംവിധായകൻ, മമ്മൂക്കാടെ നിർമ്മാതാവ്. മമ്മൂക്കാടെ പടം തന്നെ. ഇന്റർവെല്ല് വരെ മോഹൻലാലൊന്നും വന്നിട്ടൊന്നുമില്ല. ഇനി വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനനുസരിച്ച് ചളവാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു കാര്യമില്ല. ഒന്നും കുഴപ്പമൊന്നും, പിന്നെ ഒന്നും ഒരു ഇമ്പാക്റ്റും ഇല്ല. ചുമ്മാ കുറേ ബാസുകളൊക്കെ കയറ്റി, ട്രിപ്പിളൊക്കെ കയറ്റി ഇങ്ങനെ നമ്മളെ നെഞ്ചിടിപ്പിക്കുന്ന നല്ല പരിപാടിയല്ല. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ വലുതായിട്ടൊന്നും പ്രൊമോഷൻ ഈ പടത്തിന് കൊടുത്തില്ലല്ലോ. അവരൊന്ന് 2 ലൈവൊക്കെ വന്നെടുത്തല്ലേ ഉള്ളൂ. മോഹൻലാലിന് വലിയ പ്രതീക്ഷയില്ലാന്ന് മോഹൻലാലിൻ്റെ സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് നമ്മൾ ആസ് യൂഷ്വൽ പ്രതീക്ഷിക്കുന്നതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പം ഇൻ്റർവെല്ല് വരെ വന്നത് വെച്ചിട്ടാണെങ്കിൽ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കച്ചറ. മമ്മൂട്ടിയൊക്കെ കൊണ്ട് പറ്റുന്ന പരിപാടിയൊക്കെ ചെയ്താൽ പോരെ. അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള 125 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഒന്നുമില്ലടാ. ഓക്കെ.